കമാൺ. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് രണ്ടുപേരും അതുവഴി, രണ്ടുപേരും ഇതുവഴി. സീരിയൽ എടുക്കാം. ബാ ജനങ്ങളുടെ ഇടയിൽ പോലീസുകാർക്കുള്ള മതിപ്പ് കളയുന്നത് നിങ്ങളെ പോലുള്ള പോലീസുകാരാണ്. നിങ്ങളോടല്ല. ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സർ, ഞങ്ങളല്ല ഭൂമി തുറന്നത്. എനിക്കറിയാം. ഇവർ കുറ്റവാളികൾ, നിങ്ങൾ സാക്ഷികൾ, വിറ്റ്നസ്. ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കുന്ന കുറ്റമാണോ സാർ? ഫൂൾസ്! എന്തിനാണ് തുറന്നതെന്ന് നിങ്ങളുടെ വിചാരം? ഈ പെട്ടി കുഴിച്ചെടുക്കാനല്ലേ സാർ? ഇത് ഭൂമിക്കടിയിൽ എങ്ങനെ ആയെന്നാണ് എന്റെ സംശയം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ തോറ്റു. ഐ ആം ഫെഡ് അപ്പ്. You poor fellows, this was a bank robbery. Yes, bank കവർച്ച. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ടിവി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അല്ല. ഇവർ ഇന്റർനാഷണൽ ക്രിമിനൽസ്. ഇത് ബ്രൂണോ, ഇത് തുരപ്പൻ ബാസു, ഇത് ഇരുമ്പ് അബ്ദുള്ള. പോലീസ് ഫോഴ്സിനെ ഇൻസൾട്ട് ചെയ്യരുത്. എനിക്ക് വെപ്പൺ യൂസ് ചെയ്യേണ്ടി വരും. ബൈ ദ ബൈ, യു നോ വാട്ട് ആക്ച്വലി ഹാപ്പൻ? വളരെ ആസൂത്രിതമായി എക്സിക്യൂട്ട് ചെയ്ത ഒരു ബാങ്ക് റോബറി ആയിരുന്നു ഇത്. വിദഗ്ധമായി ഈ വീടിന്റെ കാർ ഷെഡിൽ ഒരു തുരങ്കം ഉണ്ടാക്കി ആ ബാങ്കിന്റെ സ്ട്രോങ് റൂമിൽ കയറി ബാങ്ക് റോബ് ചെയ്യുക. അതിനുവേണ്ടിയാണ് ടിവി ഫിലിം പ്രൊഡ്യൂസേഴ്സ് എന്ന വ്യാജേന ഇവിടെ വന്നതും നിങ്ങളെ കരുവാക്കിയതും. ട്രെയിനിങ് എന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ആ സമയത്ത് തുരങ്കം കുഴിക്കുക. വെരി ഇന്റലിജന്റ് പ്ലോട്ട്. പക്ഷെ നിങ്ങളുടെ സാഹസം വ്യർത്ഥമായി പോയല്ലോ എന്ന് ഓർക്കുമ്പോ ഐ ഫീൽ സോറി ഫോർ യു. സാർ, ഈ തോക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അധികം സ്മാർട്ട് ആകാൻ ശ്രമിക്കരുത്. ഇത് കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തനിക്ക് അറിയില്ല. യു ജസ്റ്റ് സീ, വെരിഫൈ. നോ ബഡി ഈസ് ഇന്റലിജന്റ്. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ഒറിജിനൽ ആണ് സാർ. ആയല്ലോ. അടി തെറ്റിയാൽ ആനയും വീടും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇതാണ് എന്റെ വോട്ടുള്ളൂ. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തന്നെ ഒരുക്കി തന്നല്ലോ. ദൈവമേ, എന്റെ പ്രൊമോഷൻ. ഞാനൊരു ചെറിയ ഫൂളായി പോയി. സോറി ഗൈസ്. അയ്യോ, ഇത് ഗവൺമെന്റ് മണിയാണ്. എവരെങ്കിലും വിട്ടുതരൂ. പറ്റില്ല സർ, യുവമാരെ ഞങ്ങൾ വിട്ടുതരില്ല. പ്ലീസ്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. കുറെ ദിവസമായി രാമകലില്ല ഞങ്ങളെ. ടി വി സ്റ്റാർ ആക്കാം, പാട്ട് പാടിക്കാം, എന്തൊക്കെ പറഞ്ഞു ആശിപ്പിച്ചടാം. ഞങ്ങൾ വെറും പാവങ്ങളായതുകൊണ്ടല്ലേ ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്. ഇല്ല സർ, യുവമാരെ ഞങ്ങൾ വിട്ടുതരില്ല. മൂന്നേ ഇന്ന് ഞങ്ങൾ കൊന്നു കുഴിച്ചു മൂടും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ does not allow a common man to take law into his hands. Catch them! Nico, stop! എങ്ങനെയാണ് അവരെ പിടിക്കേണ്ടത് പ്ലാൻ ചെയ്തിട്ട് പോകാം. എല്ലാവരും കയറിയോ? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കേറ്റ് ജമ്പ് ചെയ്ത് പോണ്ടേ? എങ്കിൽ ഇതേപോലെ വീഴുമായിരുന്നോ? വണ്ടി വേഗം വാ, ഓടി വാ, കേറി. അവര് പോയി സാർ. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്.
കേറിക്കോ. എങ്ങോട്ടാ? പുറകെ പോലീസ് വരുന്നുണ്ട്. എളുപ്പം കയറി. കീഴടങ്ങും പ്ലീസ്. സാധ്യമല്ല. എനിക്ക് പ്രൊമോഷൻ വേണം. പ്രമോഷൻ വേണ്ട. അവരെനിക്ക് വിട്ടുതരൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. പറ്റില്ല. മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഐ വാണ്ട് പ്രൊമോഷൻ. പോടോ. ഓക്കെ, പൊക്കോളൂ. താങ്ക് യു. വിഷ് ഓൾ സക്സസ്. താങ്ക് യു. താങ്ക് യു. ഇതാണ് തകരാറ്. അടുത്ത് പോയത് എന്ത് മണ്ടത്തരാ കാണിച്ചത്? തോക്ക് അവനെ കൊണ്ട് കൊടുത്തില്ല. ഞാൻ കൊടുത്തല്ല. തട്ടിപ്പറിച്ച. എക്സ്ക്യൂസ്. അല്ല, ഞാൻ പോയി ഒരു തോക്ക് സംഘടിപ്പിച്ചോണ്ടേ. സോറി. സോറി, ഗവൺമെന്റ് മണി ആയോണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഇടിച്ച്. താങ്ക് യു.
എന്നാ പിടിച്ചോ. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, ഇനി നിങ്ങൾ കൊണ്ടുപോയിക്കോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് പോവാം. നോ പ്ലീസ് ഡോണ്ട് ഗോ. നോ, നിങ്ങളെ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കേണ്ട ചുമതലയോടെ എനിക്കുണ്ട്. ഭ്രാന്താശുപത്രി വന്നാൽ ഞങ്ങളെ പൂട്ടിയിടും. ഇവിടെ ഭ്രാന്തന്മാരെ തുറന്നു വിട്ടിരിക്കല്ലേ, ഞങ്ങൾ ഇവരോടെ കഴിഞ്ഞോളാം. ഞാനും 6-7 മാസക്കാലം ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ടുള്ളതാ. അപ്പൊ അറിയാലോ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഭ്രാന്ത് ഒരു രോഗമല്ല. സോ പ്ലീസ് ഡോണ്ട് ഗോ. പ്ലീസ് കം വിത്ത് മീ. എന്നോട് വരൂ. ഓടോ.